PS ട്രിക്സിൻ്റെ കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2024 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? JCB സാഹിത്യ പുരസ്കാരം 2024 അത് ഉപമന്യു ചാറ്റർജി. ആർക്കാണ്? ഉപമന്യു ചാറ്റർജി ആണല്ലേ. 2024 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഉപമന്യു ചാറ്റർജി ആണ്. നോവൽ ഏതാണ്? ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. ഉപമന്യു ചാറ്റർജിയുടെ നോവലാണ് ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. 2024 JCB സാഹിത്യ പുരസ്കാരത്തിന് ഉപമന്യു ചാറ്റർജിക്ക് അർഹനാക്കിയ നോവൽ ഏതെന്ന് ചോദിച്ചാൽ പറയണം ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന നോവലാണ്. ഓക്കെ അല്ലേ? ഇനി ഈ JCB സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക എത്രയെന്നറിയോ? അത് 25 ലക്ഷമാണ് കേട്ടോ. 25 ലക്ഷം. അതും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാനത്ത് ആദ്യമായി അവതരിപ്പിച്ച 4 ഭാഷകൾ സംസാരിക്കുന്ന AI അധ്യാപികയാണ് നോവ. ഈ അധ്യാപികയെ നിയമിച്ച എവിടെയാണ്? ഗവൺമെന്റ് ALP സ്കൂൾ പുനലൂർ. എവിടെയാണ്? പുനലൂർ. അപ്പം ഇതാണ് എവിടെയാണ്? ഗവൺമെന്റ് ALP സ്കൂൾ പുനലൂരിലാണ് സംസ്ഥാനത്ത് ആദ്യമായി അവതരിപ്പിച്ച 4 ഭാഷകൾ സംസാരിക്കുന്ന AI അധ്യാപിക നിലവിൽ വന്നത്. എന്താ പേര്? നോവ. എന്താണ്? നോവ. ഓക്കെ അല്ലേ? ഇനി ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് തൃശ്ശൂരാണ്. എവിടെയാണ്? തൃശ്ശൂര്. ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് തൃശ്ശൂരാണ്. രാജ്യത്ത് എന്താണ്? 4-ാം സ്ഥാനത്താണ് ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് തൃശ്ശൂരാണ്. രാജ്യത്ത് 4-ാം സ്ഥാനത്താണ് തൃശ്ശൂർ. ഓക്കെ അല്ലേ? ഇനി ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. ഏതാണ്? ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത്. എത്രയാണ് പുരസ്കാര തുക? 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്താണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഏത് പുരസ്കാരം. ഇനി WHO മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കാൻ പോകുന്ന നഗരം ഏതാണ്? അത് തിരുവനന്തപുരമാണ്. ഏതാണ്? തിരുവനന്തപുരം. WHO മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കാൻ പോകുന്ന നഗരം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് തിരുവനന്തപുരമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. 2024 JCB സാഹിത്യ പുരസ്കാരത്തിന് അർഹനായതാരാണ്? അത് ഉപമന്യു ചാറ്റർജി. നോവലാണ് ലോറൻസോ സെർച്ച് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ്. ഇനി JCB സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചാൽ പറയണം അത് 25 ലക്ഷം രൂപയാണ്. ഇനി സംസ്ഥാനത്ത് ആദ്യമായി അവതരിപ്പിച്ച 4 ഭാഷകൾ സംസാരിക്കുന്ന AI അധ്യാപികയാണ് നോവ. ഗവൺമെന്റ് ALP സ്കൂൾ പുനലൂർ. ഓക്കെ അല്ലേ? ഇനി ശുദ്ധവായുവുള്ള പട്ടണങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് തൃശ്ശൂര്. രാജ്യത്ത് 4-ാം സ്ഥാനവും. ഓക്കെ അല്ലേ? ഇനി ഭിന്നശേഷി പുരസ്കാരങ്ങൾ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ആലപ്പുഴയാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി WHO മാനദണ്ഡങ്ങൾക്ക് വിധേയമായി വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിക്കാൻ പോകുന്ന നഗരം ഏതാണ്? അത് തിരുവനന്തപുരമാണ് അല്ലേ? ഇനി എൻ്റെ എംബസി കാലം. ഇതാണ് എൻ്റെ എംബസി കാലം. എൻ്റെ എംബസി കാലം എന്ന പുസ്തകം ആരുടേതാണ്? അത് M മുകുന്ദൻ. ആരുടേതാണ്? M മുകുന്ദൻ. എൻ്റെ എംബസി കാലം ആരുടേതാണ്? നമ്മുടെ M മുകുന്ദൻ്റെതാണ്. ഓക്കെ അല്ലേ? ഇനി ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 5-ാമത്തെ രാജ്യം. എത്രാമത്തെ രാജ്യമാണ്? 5-ാമത്തെ രാജ്യം. ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ പറയണം അത് 5-ാമത്തെ രാജ്യമാണ്. ഇനി പ്രസാദ് ഭാരതിയുടെ OTT ആപ്പാണ് വേവ്സ്. എന്ത്? വേവ്സ്. പ്രസാദ് ഭാരതിയുടെ OTT ആപ്പ് ഏതാണ്? വേവ്സ് ആണ് അല്ലേ? ഇനി സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനം വകുപ്പ് ആരംഭിക്കുന്ന തീവ്ര യജ്ഞ പരിപാടിയാണ് മിഷൻ ഫെൻസിംഗ് 2024. എന്താണ്? മിഷൻ ഫെൻസിംഗ് 2024. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനം വകുപ്പ് ആരംഭിക്കുന്ന തീവ്ര യജ്ഞ പരിപാടി ഏതാണ്? മിഷൻ ഫെൻസിംഗ് 2024. മിഷൻ ഫെൻസിംഗ് 2024. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ്
കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കർമ്മയോഗി. ഏതാണ്? കർമ്മയോഗി. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഏത് കൂട്ടുകാരെ? കർമ്മയോഗി. ഓക്കെ അല്ലേ? കർമ്മയോഗി. ഇനി കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 10. കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10 അല്ലേ? ഒന്നും കൂടി ഞാൻ റിവിഷൻ ചെയ്യട്ടെ. അപ്പം ഒന്നാമത് നമ്മൾ ചർച്ച ചെയ്തത് എൻ്റെ എംബസി കാലമാണ് അല്ലേ? എൻ്റെ എംബസി കാലം ആരുടെ പുസ്തകമാണ്? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോടാ? എം മുകുന്ദൻ്റെതാണ് അല്ലേ? എം മുകുന്ദൻ്റെ എൻ്റെ എംബസി കാലം എന്ന പുസ്തകം ആരുടേതാണ്? എം മുകുന്ദൻ്റെതാണ്. ഇനി ഹൈഡ്രജൻ ഇന്ധനത്തിൽ ട്രെയിൻ ഓടിക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ പറയണം 5ാമത്തെ രാജ്യം. എത്രാമത്തെ രാജ്യമാണ്? 5ാമത്തെ രാജ്യം അല്ലേ? ഇനി പ്രസാദ് ഭാരതിയുടെ OTT ആപ്പാണ് വേവ്സ് എന്നാണ്. പ്രസാദ് ഭാരതിയുടെ OTT ആപ്പാണ് വേവ്സ്. ഇനി സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വനം വകുപ്പ് ആരംഭിക്കുന്ന തീവ്ര യജ്ഞ പരിപാടിയാണ് മിഷൻ ഫെൻസിംഗ് 2024. മിഷൻ ഫെൻസിംഗ് 2024. ഇനി എന്താണ് കർമ്മയോഗി എന്ന് പറഞ്ഞാൽ? കർമ്മയോഗി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുടെ സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കർമ്മയോഗി. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനിയും ഇത്തരത്തിലുള്ള PSC ബുള്ളറ്റുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും നമ്മുടെ ക്ലാസ് എന്തെങ്കിലും അപാകതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ അല്ലേ? യെസ്. ഇനി കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? നമ്മൾ ചർച്ച ചെയ്തു 10 അല്ലേ? കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ? 10. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം കേരളമാണ്. ജില്ല എന്ന് ചോദിച്ചാൽ പറയണം കൊല്ലമാണ് അല്ലേ? ഇനി മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനം ഏതാണ്? അത് തെലങ്കാന. ഏതാണ് കൂട്ടുകാരെ? തെലങ്കാന. രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനം കേരളം. ജില്ല എന്ന് ചോദിച്ചാൽ പറയണം അത് കൊല്ലമാണ്. മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് തെലങ്കാന. ഇനി നെക്സ്റ്റ് 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയതാരാണ്? അത് വിക്ടോറിയ കേജർ. ഡെൻമാർക്കുകാരിയായ വിക്ടോറിയ കേജർ ആണ് 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടി. ആര്? വിക്ടോറിയ കേജർ. ഓക്കെ അല്ലേ? ഇനി നൈജീരിയയുടെ 2ാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ ബഹുമതി ലഭിച്ച എത്രാമത്തെ വിദേശിയാണ്? രണ്ടാമത്തെ വിദേശിയാണ് ആര്? നരേന്ദ്രമോദി. ഇത്രയാണ് 2ാമത്തെ വിദേശി ആരാണ്? നരേന്ദ്രമോദിയാണ് അല്ലേ? നൈജീരിയയുടെ 2ാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ പുരസ്കാർ ബഹുമതി ലഭിച്ച 2ാമത്തെ വിദേശി ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇനി പ്രധാനമന്ത്രിക്ക് ഒരു വിദേശ രാജ്യം നൽകുന്ന എത്രാമത്തെ രാജ്യാന്തര ബഹുമതിയാണ്? എത്രാമത്തെ രാജ്യാന്തര ബഹുമതിയാണ് നൈജീരിയൻ ഗ്രാൻഡ് കമാൻഡർ പുരസ്കാരം? അത് 17ാമത്തെ. എത്രാമത്തെ? 17ാമത്തെ. പ്രധാനമന്ത്രിക്ക് ഒരു വിദേശ രാജ്യം നൽകുന്ന എത്രാമത്തെ ബഹുമതിയാണ് നൈജീരിയൻ ഗ്രാൻഡ് കമാൻഡർ പുരസ്കാരം? 17ാമത്തെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി സ്ഥാപിതമായ ജില്ല എവിടെയാണ്? അത് കൊല്ലം. എവിടെയാണ്? കൊല്ലം. രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി സ്ഥാപിതമായ ജില്ല എവിടെയാണ് കൂട്ടുകാരെ? അത് കൊല്ലമാണല്ലേ? കൊല്ലം. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2024 നവംബറിൽ വിടവാങ്ങിയ സത്യജിത്ത് റായുടെ ക്ലാസിക്കൽ ചലച്ചിത്രമായ പതേർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരയാക്കിയ നടിയാണ് ഉമാ ദാസ് ഗുപ്ത. ആരാണ്? ഉമാ ദാസ് ഗുപ്ത. അപ്പം ദുർഗ എന്ന നടി എന്ന കഥാപാത്രമായി അഭിനയിച്ച ആരാണ്? ഉമാ ദാസ് ഗുപ്തയാണ്. 2024 നവംബറിൽ ആ ഉമാ ദാസ് ഗുപ്ത
ഗുപ്ത എന്തായി മരണപ്പെട്ടു അല്ലേ. അപ്പം 2024 നവംബറിൽ വിടവാങ്ങിയ സത്യജിത് റായുടെ ക്ലാസിക്കൽ ചലച്ചിത്രമായ പതേർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരയാക്കിയ നടിയാണ് ഉമാ ദാസ് ഗുപ്ത. ആരാണ്? ഉമാ ദാസ് ഗുപ്ത. ഓക്കെ അല്ലേ. ഞാൻ ഒന്നും കൂടി റിവിഷൻ ചെയ്തിട്ടേടാ. ഓക്കെ അല്ലേ. യെസ്. അപ്പം രാജ്യത്തെ മികച്ച സമുദ്രബന്ധന സംസ്ഥാനമാണ് കേരളം. ജില്ല കൊല്ലമാണ്. മികച്ച ഉൾനാടൻ മത്സ്യബന്ധന സംസ്ഥാനം തെലങ്കാനയാണ്. 2024 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് വിക്ടോറിയ കേജർ. ഡെൻമാർക്കുകാരിയാണ് വിക്ടോറിയ കേജർ. നൈജീരിയയുടെ രണ്ടാം പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ ബഹുമതി ലഭിച്ച രണ്ടാമത്തെ വിദേശിയാണ് നമ്മുടെ നരേന്ദ്രമോദി അല്ലേ. നരേന്ദ്രമോദി. ഇനി പ്രധാനമന്ത്രിക്ക് ഒരു വിദേശ രാജ്യം നൽകുന്ന എത്രാമത്തെ ബഹുമതിയാണ് നൈജീരിയയിൽ ഗ്രാൻഡ് കമാൻഡർ പുരസ്കാരം ചോദിച്ചാൽ പറയണം അത് 17ാമത്തെയാണ് അല്ലേ. ഇനി രാജ്യത്തെ ആദ്യത്തെ 24/7 ഓൺലൈൻ കോടതി സ്ഥാപിതമായ ജില്ല എവിടെയാണ് കൂട്ടുകാരെ? അത് കൊല്ലം ജില്ലയിലാണ്. 2024 നവംബറിൽ വിടവാങ്ങിയ സത്യജിത് റായുടെ ക്ലാസിക്കൽ ചലച്ചിത്രമായ പതേർ പാഞ്ചാലിയിലെ ദുർഗയെ അനശ്വരയാക്കിയ നടിയാണ് ഏത്? ഉമാ ദാസ് ഗുപ്ത. ആ ഉമാ ദാസ് ഗുപ്ത 2024 നവംബറിൽ അന്തരിച്ചു. ഇനി കേരള സ്കൂൾ ശാസ്ത്രോത്സവം 2024 കിരീടം നേടിയ ജില്ല ഏതാണ്? മലപ്പുറം അല്ലേ. 2024 കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് മലപ്പുറം ജില്ലയാണ്. ഏത് ജില്ലയാണ്? മലപ്പുറം ജില്ല. ഓക്കെ അല്ലേ. ഇനി ശാരീരിക അവഹേളനവും വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുന്നതും ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏതാണ്? അത് നമ്മുടെ കേരള ഹൈക്കോടതി. ഓർക്കണേ. ശാരീരിക അവഹേളനവും വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുന്നതും ഗാർഹിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതിയാണ് നമ്മുടെ കേരള ഹൈക്കോടതി അല്ലേ. ഇനി ഇന്ത്യയുടെ പുതിയ CAG ആരാണ്? അത് സഞ്ജയ് മൂർത്തി. ആരാണ്? സഞ്ജയ് മൂർത്തിയാണ് അല്ലേ. ഇന്ത്യയുടെ പുതിയ CAG ആരാണ് കൂട്ടുകാരെ? സഞ്ജയ് മൂർത്തി. ആരാണ്? സഞ്ജയ് മൂർത്തി. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ നിലവിലെ RBI ഗവർണർ ആരാണ്? നിലവിലെ RBI ഗവർണർ കുറേ സഞ്ജയ് ഉണ്ട് കേട്ടോ. RBI ഗവർണർ ആരാണ്? RBI ഗവർണർ അത് സഞ്ജയ് മൽഹോത്ര. ആരാണ്? സഞ്ജയ് മൽഹോത്ര. മാറിപ്പോവല്ലേ. സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. സഞ്ജയ് മൽഹോത്ര. ഓക്കെ അല്ലേ. യെസ്. ഇനി 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് സഞ്ജയ് ഖന്നയാണ് കേട്ടോ. സഞ്ജയ് ഖന്ന. അതും കൂടി ഓർത്തു വെക്കുക. അപ്പം ഇന്ത്യയുടെ 15ാമത് CAG ആണ് ആര്? 15ാമത് CAG ആണ് ആര്? സഞ്ജയ് മൂർത്തി. ഓക്കെ അല്ലേ. യെസ്. അപ്പം ഇന്ത്യയുടെ പുതിയ CAG ആരും ചോദിച്ചാൽ പറയണം കൺട്രോളർ. അതാരാണ്? സഞ്ജയ് മൂർത്തിയാണ് അല്ലേ. RBI ഗവർണർ. RBI ഗവർണർ. നിലവിലെ RBI ഗവർണറാണ് അത് സഞ്ജയ് മൽഹോത്ര. 26ാമതാണ് കേട്ടോ. 26ാമത് നമ്മുടെ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജയ് ഖന്ന. സഞ്ജയ് മൽഹോത്ര ആരാണ്? സഞ്ജയ് മൽഹോത്ര RBI ഗവർണറാണ്. ഇനിയോ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജയ് ഖന്ന. ഓർത്തിരിക്കണേ. ഓക്കെ അല്ലേ. ഇനി കേംബ്രിഡ്ജ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത ഈ വർഷത്തെ മികച്ച വാക്ക് ഏതാണ്? കേംബ്രിഡ്ജ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത ഈ വർഷത്തെ മികച്ച വാക്കാണ് മാനിഫെസ്റ്റ് എന്നാണ്. കേംബ്രിഡ്ജ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത ഈ വർഷത്തെ മികച്ച വാക്ക് ഏതാണ്? മാനിഫെസ്റ്റ് അല്ലേ. നെക്സ്റ്റ്, പ്രധാനമന്ത്രി ആവാസ് യോജന കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഗുണഭോക്താവിന് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് ആവാസ് പ്ലസ് 2024. എന്താണ് ആവാസ് പ്ലസ് 2024? പ്രധാനമന്ത്രി ആവാസ് യോജന കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഗുണഭോക്താവിന് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് ആവാസ് പ്ലസ് 2024. ഏതിനാ? ആവാസ് പ്ലസ് 2024. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ M ലീലാവതി. ആർക്കാണ് IV ദാസ് പുരസ്കാരം? ഡോക്ടർ M ലീലാവതി
ലീലാവതിക്കാണ് അല്ലേ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കു നൽകുന്ന IV ദാസ് പുരസ്കാരത്തിന് അർഹയായത് ഡോക്ടർ എം ലീലാവതി. ആരാണ്? ഡോക്ടർ എം ലീലാവതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഡോക്ടർ കമറുദ്ദീൻ എൻവയോൺമെന്റൽ അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനാണ് സത്യഭാമ ദാസ് ബിജു. ആരാണ്? സത്യഭാമ ദാസ് ബിജു. 2024 ഡോക്ടർ കമറുദ്ദീൻ എൻവയോൺമെന്റൽ അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? അത് സത്യഭാമ ദാസ് ബിജു. ആരാണ്? സത്യഭാമ ദാസ് ബിജു. ഓക്കെ അല്ലേ. ഇനി പൊതു ആശുപത്രികളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യമാണ് നമ്മുടെ നേപ്പാൾ. ഓർക്കണേ. അപ്പം പൊതു ആശുപത്രികളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, ആൺപെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ? അത് നേപ്പാളാണ്. ഏതാണ്? നേപ്പാൾ. ഓക്കെ അല്ലേ. അപ്പം പൊതു ആശുപത്രികളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അത് നേപ്പാളാണ് അല്ലേ. നേപ്പാളാണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. എന്താണ് നമ്മുടെ ഉമാദാസ് ഗുപ്ത പറഞ്ഞില്ലേ? എന്താണ് ഉമാദാസ് ഗുപ്ത? നമ്മുടെ പതേർ പാഞ്ചാലിയുടെ ദുർഗയെ അനശ്വരയാക്കിയ നടിയാണല്ലേ ഉമാദാസ് ഗുപ്ത. ഇനി കേരള സ്കൂൾ ശാസ്ത്രോത്സവം 2024 കിരീടം നേടിയത് നമ്മുടെ മലപ്പുറം ജില്ലയാണ്. ഇനി ശാരീരിക അവഹേളനവും വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കുന്നതും ഗാർഹിക പീഡനത്തിൻ്റെ പരിധിയിൽ വരുമെന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതിയാണ് നമ്മുടെ കേരള ഹൈക്കോടതി. ഇനി ഇന്ത്യയുടെ പുതിയ CAG 15ാമത് CAG ആയി നിയമിച്ചത് സഞ്ജയ് മൂർത്തിയാണ് അല്ലേ. 15ാമത് CAG ആണ് സഞ്ജയ് മൂർത്തി. ഇനി സഞ്ജയ് മൽഹോത്ര ആരാണ്? ഇന്ത്യയുടെ 26ാമത്തെ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. എങ്കിൽ 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര്? അത് സഞ്ജീവ് ഖന്ന. ഇനി സഞ്ജയ് കുമാർ മിശ്ര ആരാണ്? സഞ്ജയ് കുമാർ മിശ്ര നമ്മുടെ GST ട്രൈബ്യൂണൽ ചെയർമാൻ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. ആരാണ്? GST ട്രൈബ്യൂണൽ ചെയർമാൻ ഓഫ് ഇന്ത്യയാണ് സഞ്ജയ് കുമാർ മിശ്ര. അതും കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ. ഇനി കേംബ്രിഡ്ജ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത ഈ വർഷത്തെ മികച്ച വാക്കാണ് മാനിഫെസ്റ്റ്. എന്താണ്? മാനിഫെസ്റ്റ്. കേംബ്രിഡ്ജ് ഡിക്ഷണറി തിരഞ്ഞെടുത്ത ഈ വർഷത്തെ മികച്ച വാക്കാണ് മാനിഫെസ്റ്റ് അല്ലേ. ഇനി ആവാസ് പ്ലസ് 2024 എന്താണ്? അത് പ്രധാനമന്ത്രി ആവാസ് യോജന കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഗുണഭോക്താവിന് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് ആവാസ് പ്ലസ് 2024. എന്താണ്? ആവാസ് പ്ലസ് 2024. പ്രധാനമന്ത്രി ആവാസ് യോജന കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി ഗുണഭോക്താവിന് നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള മൊബൈൽ ആപ്പാണ് ആവാസ് പ്ലസ് 2024 അല്ലേ. ഇനി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എം ലീലാവതി. ആരാണ്? ഡോക്ടർ എം ലീലാവതിയാണ് അല്ലേ. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന IV ദാസ് പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ എം ലീലാവതിയാണെങ്കിൽ 2024 ഡോക്ടർ കമറുദ്ദീൻ എൻവയോൺമെന്റൽ അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനാണ് സത്യഭാമ ദാസ് ബിജു. ആരാണ്? സത്യഭാമ ദാസ് ബിജു. 2024 ഡോക്ടർ കമറുദ്ദീൻ എൻവയോൺമെന്റൽ അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനാണ് ആര്? സത്യഭാമ ദാസ് ബിജു. ഇനി പൊതു ആശുപത്രികളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അത് നേപ്പാൾ. ഏതാണ്? നേപ്പാൾ. പൊതു ആശുപത്രികളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ക്യാൻസർ ചികിത്സ പ്രഖ്യാപിച്ച രാജ്യമാണ് നേപ്പാൾ. ഓക്കെ അല്ലേ. അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായി തോന്നിയെങ്കിൽ നല്ലത് പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് തോന്നിയെങ്കിൽ അതും കൂടി ചൂണ്ടിക്കാട്ടുക. ഇനി വരുന്ന വീഡിയോസിലൊക്കെ അതും കൂടി പരിഹരിച്ചുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ജോയിൻ ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ് നല്ല ചോദ്യങ്ങളുമായി, ഇത്തരത്തിലുള്ള നല്ല ചോദ്യങ്ങൾ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ, സീ യു.